ഹായ് ഫ്രണ്ട്സ്, ജോലി കഴിഞ്ഞ് വന്ന നേരത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വേഗം വന്ന വശം ചായ വെച്ചു. പിന്നെ ഞാൻ അരി തിളപ്പിക്കാനായിട്ട് വെച്ചു. നാളേക്കുള്ള ചോറ് തിളപ്പിച്ചിറക്കി വെക്കാനായിട്ട്. പിന്നെ ഞാൻ കാലത്ത് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പരിപ്പ് വേവിച്ച് വെച്ചത്. എന്നിട്ട് എനിക്ക് കറണ്ട് പോയ കാരണം നാളികേരം ഒന്ന് അരച്ച് ചേർക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വൈകിട്ടത്തേക്ക് പിന്നെ നാളികേരം ഒന്ന് അരച്ച് ചേർത്ത് കുറേ കറിയൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിപ്പും ചീരയും കൂടിയിട്ട് കുത്തിക്കാച്ചാന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൽ ഞാൻ ചീര അരിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ചെടുത്തിട്ടു. അപ്പോഴേക്കും എന്നിട്ട് ഞാൻ വേഗം കുറച്ച് കട്ടൻ ചായ എടുത്ത് കുടിച്ചു. പിന്നെ ഉണക്കമാന്തൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. അപ്പോൾ അങ്ങനെ പരിപ്പ് കുത്തിക്കാച്ചിയതും ഉണക്കമാന്തൽ വറുത്തതും നല്ല ടേസ്റ്റ് അല്ലേ, നല്ല കോമ്പിനേഷനാണ്. തൃശ്ശൂർക്കാരുടെ മെയിനായിട്ടുള്ളൊരു കറിയാണ് പരിപ്പ് കുത്തിക്കാച്ചിയത്. അപ്പോൾ ഞാൻ വേഗം പരിപ്പ് കുത്തിക്കാച്ചി പിന്നെ ഇതുപോലെ ഉണക്കമീൻ വറുത്ത് കഴിഞ്ഞാൽ എത്ര ചോറ് വേണമെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ചോറ് ഇരിക്കുന്നുണ്ട് കാലത്തത്തെ. അപ്പോൾ പിന്നെ ചോറൊന്നും വെക്കാനായിട്ട് നിന്നില്ല, അതൊന്ന് തിളപ്പിച്ച് വറുത്തു. പിന്നെ ഞാൻ വേഗം മീനൊക്കെ നന്നാക്കി എടുത്തു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു. വലിയ മാന്തളായിരുന്നു, പട്ടത്തി മാന്തൽ. ചെറിയ മാന്തൽ ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഞാൻ വലിയ മാന്തൽ. പിന്നെ ഞാൻ കുറച്ച് മീനൊക്കെ വിൽക്കണുണ്ടല്ലോ, അതിൽ ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ വേഗം അതിൻ്റെ വാലൊക്കെ കളഞ്ഞതിന് ശേഷം അതൊക്കെ നുറുക്കി അവിടെ കഴുകി വെച്ചതിന് ശേഷം വേഗം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തു. എന്നിട്ട് വേഗം അതൊക്കെ മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് മുളകും പൊടി ഇട്ടിട്ട് അതും ഒന്ന് മൂപ്പിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക, കടുകൊന്നും ഇടില്ല. അപ്പം ഇങ്ങനെ ചെയ്താലാണ് ടേസ്റ്റ്. ചിലർ കടുകൊക്കെ ഇടും, പക്ഷേ ഞാൻ കടുകൊന്നും ഇടാറില്ല. അപ്പം അങ്ങനെ പരിപ്പും ചീരയും കുത്തിക്കാച്ചിയതായിട്ടുണ്ട്. പിന്നെ ചോറും തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിനി ഉണക്കമാന്തൽ വറക്കണം. അപ്പോൾ അങ്ങനെ ഉണക്കമാന്തൽ വറക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ അത് ഇറക്കി വെച്ചു. അപ്പോൾ വാവിച്ച് വന്നിട്ട് പറയായിരുന്നു, അമ്മ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേഗം അമ്മ ഇത് മീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ അമ്മ ചോറ് വാരി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല, ഇലക്ഷൻ്റെതായിട്ട് ടീച്ചർക്ക് ട്രെയിനിങ് ആയ കാരണം. അപ്പോൾ ആളെന്നോട് പകലുണ്ടായ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്, മിറ്റടിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. അപ്പോൾ ഞാൻ പറയായിരുന്നു അമ്മ ഈ പ്രായത്തിലൊക്കെ വേണ്ട പണി ചെയ്തിട്ടുണ്ട്, അമ്മയും വല്യമ്മയും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ വേഗം ആൾ പറയായിരുന്നു എനിക്കറിയില്ല അമ്മ അത് ചെയ്യാനായിട്ട്, അമ്മ പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ ചെയ്തു വെച്ചായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം അവളോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ മീനും ആയി വന്നപ്പോൾ ഞാൻ വേഗം അതിൽ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ മുളകും പൊടി ഇടാണ്ടും ടേസ്റ്റൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതുപോലെ മുളകിട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടി ടേസ്റ്റാണ്. അപ്പം അങ്ങനെ മുളക് ഇത്തിരി കരിഞ്ഞു പോയി. അപ്പം അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ വിജയശേഷം വന്നു. അപ്പോൾ ആൾക്ക് കുളിക്കാനുള്ള വെള്ളം ഞാൻ വേഗം വെള്ളം വെക്കാനായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വാവച്ചിക്ക് ചോറ് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ വെള്ളം കുളിക്കാനായിട്ട് വെക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ വാവച്ചിക്കുള്ള ചോറൊക്കെ എടുത്തു. അപ്പോൾ വാവച്ചിക്ക് ചോറ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ കണങ്ങി ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോറ് വാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ കിടന്നുറങ്ങയിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടാ.